അപ്പം മുത്തുമണീസേ, എന്താണ് എല്ലാവരുടെയും വിശേഷം? സുഖമാണോ? അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു മത്തൻ്റെ ഇല വെച്ചിട്ടുള്ള ഒരു തോരൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ചാനൽ മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണത് എന്നുള്ളത് ഞാൻ വീഡിയോയിലൂടെ കാണിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ചീനച്ചട്ടി ഗ്യാസിൽ വെച്ചിട്ടുണ്ട് കേട്ടോ, ചൂടാകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ചൂടായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കട്ടെ. ഞാൻ ആദ്യം തൂമിച്ചിട്ടാട്ടോ വെക്കുന്നത്. അപ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. കടുക്, പിന്നെ കറിവേപ്പിൻ്റെ ഇല, വറ്റൽമുളക്, ഇതെല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ കറിവേപ്പിൻ്റെ ഇലയും വറ്റൽമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. തീ കുറച്ച് വെക്കണം കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ പരിപ്പ് ഞാൻ കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ വെള്ളത്തോട് കൂടെ തന്നെ ഇട്ട് കൊടുക്കുക. ഈ പരിപ്പൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ നമ്മളങ്ങനെ പരിപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ പരിപ്പൊന്ന് ഒരു ഹാഫ് വേവായി കിട്ടണം. ഒരു എന്താ പറയുക, ഒന്ന് രണ്ട് തള തിളച്ചതിന് ശേഷം നമുക്ക് ഇതിലോട്ട് നമ്മളെടുത്ത് വെച്ച മത്തൻ്റെ ഇല ഞാൻ നല്ലോണം ആദ്യം കഴുകി, പിന്നെ അരിഞ്ഞിട്ട് ഞാൻ കഴുകി കേട്ടോ. ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഒരു 2 തള തിളച്ചിട്ട്, പരിപ്പ് 2 തള തിളച്ചിട്ട് നമുക്ക് ഈ മത്തൻ്റെ ഇല ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ നല്ലോണം തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി മത്തൻ്റെ ഇല ഇട്ട് കൊടുക്കുക കേട്ടോ. നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കുക. ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുക. ഇതിട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇതിൽ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. നല്ല ടേസ്റ്റാട്ടോ ഈ ചീരല്ല, മത്തൻ്റെ ഇല ഇതുപോലെ തോരൻ വെച്ച് നല്ല ടേസ്റ്റാണ്. ഞാൻ എൻ്റെ ഉമ്മയൊക്കെ പറഞ്ഞ് കേട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കി നോക്കി കേട്ടോ. അവരൊക്കെ പറഞ്ഞ് നല്ല അഭിപ്രായം പറഞ്ഞേ. ഞാനും കൂടെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചു. പിന്നെ നല്ല ടേസ്റ്റാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് അറിയണമല്ലോ. ഓക്കെ, അപ്പോൾ ഈ പരിപ്പും ഈ ലീഫും കൂടെ വേവട്ടെ. അതിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഓവർ ഉപ്പ് ചേർത്ത് കൊടുക്കരുത്. ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ ആവശ്യത്തിന് ഉപ്പായിട്ട് എടുത്തിട്ടുള്ളൂ. ഇനി ഉപ്പില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ഇലക്കൊന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് നോക്കാം. പിന്നെ വെള്ളം ഇനി ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. നമ്മൾ പരിപ്പ് വേവാനുള്ള വെള്ളം മാത്രം ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഇല പെട്ടെന്ന് വാടിയിട്ട് കുറച്ച് വെള്ളം ഇതിലോട്ട് ഇറങ്ങും. അപ്പോൾ ഇനി വെള്ളം കൂടുതൽ ചേർത്ത് കൊടുക്കണ്ട. ഇനി ഈ ലീഫും ഈ പരിപ്പും നല്ലോണം വെന്തതിന് ശേഷം നമുക്ക് ഒതുക്കി വെച്ച തേങ്ങ, ഞാനിവിടെ തേങ്ങ ഒതുക്കി വെച്ചിട്ടുണ്ട്. പച്ചമുളകും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും, ചെറിയുള്ളി ഇല്ലാത്തതുകൊണ്ട് ചെറിയുള്ളി ഇട്ടിട്ടില്ല കേട്ടോ. തേങ്ങ എങ്ങനെയാണ് ഒതുക്കിയതെന്ന് ഞാൻ കാണിച്ചു തരാം. മണികളെ, തേങ്ങ ഒതുക്കിയത് ഇങ്ങനെയാണ് കേട്ടോ. വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി വേണം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ തേങ്ങ ഒന്ന് ഒരു ചമ്മന്തി പോലെ ആക്കിയിട്ടാണ് നമ്മൾ ചീരലിലോട്ട് ചേർക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ്. ഇനി ഇതിലോട്ട് ചെറിയ ഉള്ളി വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ചെറിയ ഉള്ളി എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടില്ല. ചെറിയുള്ളിയും കൂടെ ഒരു 2 ചെറിയ ഉള്ളിയൊക്കെ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. 10 മണികളെ നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. വേവാൻ വേണ്ടിയിട്ട് ഫ്ലെയിം കൂട്ടി കൊടുക്കരുത്, കുറച്ച് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇതിവിടെ കിടന്നിട്ട് വേവട്ടെ. 10 മണികളെ നമ്മുടെ ഇത് റെഡി ആയോ നോക്കാം കേട്ടോ. ഏകദേശം നമ്മുടെ ഇലയത്തെ വെള്ളവും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതിൽ നമ്മളെ തോരനിൽ ഇതിൽ വെള്ളം കൂടെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ കറക്റ്റാണ് കേട്ടോ. വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട, ഇത് കറക്റ്റാണ്. ഇനി നമ്മൾ കുറച്ച് ഫ്ലെയിം ഒന്ന് കൂട്ടിയേക്കാം. ഈ വെള്ളം ഒന്ന് പെട്ടെന്ന് വറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പരിപ്പും
എല്ലാം വെന്തിട്ടുണ്ട്. ഈ ഒരു പാകാട്ടോ പരിപ്പിൻ്റെ വേവ്. ഓവർ ഉടഞ്ഞു പോകരുത്. ലീഫ് ഒന്നും കൂടെ വേവാനുണ്ട്. അപ്പം ഒന്ന് കൂട്ടി കൊടുക്കാം കേട്ടോ തീ. അതിന് ശേഷം നമുക്ക് ഈ തേങ്ങ ഒതുക്കി വെച്ചത് അതിലിട്ട് കൊടുക്കാം കേട്ടോ. അതിൽ ചേർത്ത് കൊടുക്കാം. ഈ ടൈമിൽ നമുക്ക് ഉപ്പ് നോക്കട്ടോ ടൈമിൽ. അപ്പോൾ ഉപ്പ് കറക്റ്റാണ്. ഉപ്പൊക്കെ കറക്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉപ്പ് ഇടുന്ന സമയത്ത് നല്ലോണം ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് ഇപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഏകദേശം വറ്റിയിട്ടുണ്ട്, കുറച്ചുള്ളൂ. ഇനി ഒതുക്കി വെച്ച തേങ്ങ ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ലോണം മിക്സ് ചെയ്തിട്ട് എടുക്കുക. ചെറിയ ഉള്ളിയും കൂടെ ചേർത്തുകൊണ്ടെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ ചെറിയ ഉള്ളി ഇല്ല, അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. വെല്ലുള്ളി ഉണ്ട്, പക്ഷെ വെല്ലുള്ളി ഇട്ട് കൊടുത്താൽ അതിൻ്റെ ടേസ്റ്റ് മാറും. ഓക്കെ, നല്ലോണം മിക്സ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ മുത്തുമണികളെ, വെള്ളമൊക്കെ നല്ലോണം വറ്റിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, വെള്ളമൊന്നുമില്ല. അപ്പോൾ നല്ലോണം വറ്റിയിട്ടുണ്ട് വെള്ളമൊക്കെ. അപ്പോൾ നമ്മുടെ മത്തൻ്റെ ഇല വെച്ചിട്ടുള്ള തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാലൊന്ന് എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ചാനൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പറയണത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചീരത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഓക്കെ, അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരോടും ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ.